റഷ്യൻ റോയൽ ഫാമിലിയിലേക്ക് ഒരു മനുഷ്യൻ കയറി വരികയാണ്. അയാൾ അവിടുത്തെ റോയൽ മെമ്പർ അല്ല, സോൾജർ അല്ല, ഒഫീഷ്യലി ഒരു പവർ ഹോൾഡ് ചെയ്യുന്ന ആളുമല്ല. എന്നിരുന്നാൽ കൂടി ആ എൻറ്റയർ റഷ്യൻ എംപയർ അയാളെ കേട്ടു. അയാളാണ് ഗ്രിഗറി റാസ്പുട്ടിൻ. ചില ആളുകൾ പറഞ്ഞത് അയാൾ ഒരു ഹോളി ഹീലർ ആണെന്നാണ്. ചില ആളുകൾ പറഞ്ഞു അയാൾ ഒരു ഡേഞ്ചറസ് മണിപ്പുലേറ്റർ ആണെന്ന്. പക്ഷെ അവന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയും? ഇൻഫ്ലുവൻസ്, മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്. റഷ്യൻ റോയൽ ഫാമിലിക്ക് ഇദ്ദേഹത്തോട് ഒരു ഡീപ് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഒരു മെഡിക്കൽ ക്രൈസിസിൽ അവിടുത്തെ പ്രിൻസിനെ ഒരു അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ഇദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫാമിലിക്ക് ഒരു ഡീപ് ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയം തന്നെ റഷ്യയിലത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഈ ഒരു എംപയറിനെ റാസ്പുട്ടിൻ ഇൻഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നായിരുന്നു. അതായത് അവരുടെ ഡിസിഷനിൽ ഇദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസും കൂടി ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു. റൂളേഴ്സിനെ മണിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർ വിശ്വസിച്ചു. അതായത് നമ്മൾ പറയാറുണ്ട്, ദ റിയൽ പവർ വാസ് ബിഹൈൻഡ് ദ കർട്ടൻ. സിംഹാസനത്തിൽ ഇരുന്നില്ലെങ്കിലും സിംഹാസനത്തെ നിയന്ത്രിച്ചു. അതുപോലെ ഇയാൾക്ക് ചുറ്റും ശത്രുക്കൾ കൂടി വരുന്നുണ്ടെങ്കിലും ഇയാൾ അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ മിസ്റ്റീരിയസ് ആയി മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവന്റെ മരണം പോലും കഥയായി. ഷൂട്ട് ചെയ്തു, പോയ്സൺ കൊടുത്തു, പക്ഷെ ഒന്നിനും അവനെ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കഥകൾ. അതുകൊണ്ടായിരിക്കണം ഇന്നൊരു 100 വർഷം കഴിഞ്ഞിട്ടും ഒരു മനുഷ്യനേക്കാൾ ഒരു മിത്ത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെ?